അവിടെ BJP 60 ഉണ്ടായിരുന്ന BJP 27ലേക്ക് ലീഡ് നില ചുരുങ്ങുകയാണ്. 27 മാത്രമാണ് UP-യിൽ ഇപ്പോൾ BJP മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കേരളത്തിലേക്ക് എത്തിയാൽ തിരുവനന്തപുരം UDF 3522 വോട്ടുകൾക്കാണ് ശശി തരൂർ മുന്നിട്ട് നിൽക്കുന്നത്. 3522 വോട്ടുകൾക്ക് ശശി തരൂർ UDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു. ഏതാണ്ട് 12,000 കടക്കുകയാണ് കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ ലീഡ് നില എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചാലക്കുടിയിലാകട്ടെ 4689 ബെന്നി ബെഹന്നാൻ UDF സ്ഥാനാർത്ഥി മാത്രമാണ് LDF 745 എടുത്താണ്. നോക്കൂ, കോട്ടയം LDF, ആറ്റിങ്ങൽ LDF, ആലത്തൂർ LDF. പക്ഷേ ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്. ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്. അതായത് ഈ ഇപ്പോൾ LDF മുന്നിട്ട് നിൽക്കുന്ന ആന്റണി 3 ഇടങ്ങളിലും വളരെ ചുരുങ്ങിയ വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. UDF എല്ലായിടത്തും വലിയ അർത്ഥത്തിൽ 1000 കടക്കുന്ന കൂട്ടാൻ. എന്തിന് തൃശ്ശൂരിൽ സുരേഷ് ഗോപി പോലും 4000 കടക്കുന്ന ലീഡാണ് ഇപ്പോഴുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആറ്റിങ്ങലിൽ 745 LDF, 745. കോട്ടയത്ത് 1834 കോട്ടയത്ത് LDF, അതായത് കേരള കോൺഗ്രസ് M. പിന്നീട് ആലത്തൂരാണ്. ആലത്തൂരിൽ LDF 978, K രാധാകൃഷ്ണൻ 978 വോട്ടുകൾക്ക് മാത്രമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 20 മണ്ഡലങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ UDF-ന് തന്നെയാണ്. അതും വലിയ അർത്ഥത്തിലുള്ള ലീഡ് നിലയാണ് ഇപ്പോൾ സാധ്യമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ആറ്റിങ്ങലിൽ ഫലം പ്രവചനാതീതമാണ്. അവിടെ മത്സരം മാറിമറിയുന്നു, ലീഡ് മാറിമറിയുന്ന സാഹചര്യം. അതുപോലെ തന്നെ മാവേലിക്കരയിലേക്ക് വരുമ്പോൾ അവിടെയും ഈ മാറ്റമുണ്ടാകുന്നു. അതുപോലെ തന്നെ പാലക്കാട് വരുമ്പോൾ ഇപ്പോൾ വീണ്ടും ശ്രീകണ്ഠൻ UDF-ന്റെ സ്ഥാനാർത്ഥി മുന്നിലേക്ക് അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ വിജയരാഘവൻ ആദ്യം മുതൽ തന്നെ ലീഡുണ്ട്. ചെറിയ വ്യത്യാസം മാത്രം, അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ചെറിയ വ്യത്യാസം മാത്രമാണ് പലയിടങ്ങളിലും ഉള്ളത് എന്നുള്ളതാണ്. പക്ഷേ അത് ചിലപ്പോൾ ഇനി കൂടുതൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് വോട്ടെണ്ണി വരുമ്പോൾ അതിൽ മാറ്റമുണ്ടാകാം. ഏതായാലും കഴിഞ്ഞ വർഷം ഞാൻ ഓർക്കുന്നു 2019 ഏതാണ്ട് 10 മണിയായപ്പോഴേക്കും